ഒരുമിച്ച് ചേർന്ന് നിൽക്കാൻ എൻ്റെ വായിക്കാരനായ എനിക്ക് നല്ല നിലക്ക് മരിച്ചു പോകാല പടച്ചോനെ എന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരിപാടിക്ക് വരുന്നത്. അത് മാത്രം ലക്ഷ്യം. അള്ളാഹു സാക്ഷിയാണ്, ഞാൻ ഈ പറഞ്ഞതിന് അള്ളാഹു സാക്ഷിയാണ്. സമുദായം ഒറ്റക്കെട്ടാവുന്നതിനേക്കാൾ എന്നെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യവും ഇല്ല. അള്ളാഹു പറഞ്ഞു വാതിഉല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, വറസൂലഹു റസൂലിനെയും അനുസരിക്കണം. ഖുർആനെ പൂർണ്ണമായി പഠിക്കുകയും ഹദീസിനെ പൂർണ്ണമായി പഠിക്കുകയും ചെയ്യണം. പിന്നെയോ വലാ തനാസഉ, നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത്, തർക്കിക്കരുത്, ഭിന്നിക്കരുത്. തർക്കിച്ചു പോയാൽ ഭിന്നിച്ചു പോയാൽ ഫതഫ്ശലു ഫശില. എന്താ ഞാൻ മുമ്പ് അർത്ഥം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഓർമ്മ അല്ലേ? ശക്തി ക്ഷയിക്കാം. ഫഷിൽ എന്ന് പറഞ്ഞതിന് ഞാൻ മുമ്പ് അർത്ഥങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എവിടെയോ അർത്ഥം പറഞ്ഞതുപോലെ എനിക്ക് ഓർമ്മ ഉണ്ട്. അതായത് അവയവം ഉണ്ടാവുകയും എന്നാൽ ഉപയോഗം നടക്കാതിരിക്കുകയും ചെയ്യലിനാണ് ഫാഷിൽ എന്ന് പറയുന്നത്. മനസ്സിലാവണില്ലല്ലോ? മനസ്സിലായോ? അതായത് കയ്യ് മുറിഞ്ഞു പോയാൽ അതിന് മഖ്തു എന്നാ പറയാം, ഫാഷിൽ എന്ന് പറയില്ല. നേരെ കയ്യ് ഇങ്ങോട്ട് പറയും, കയ്യുണ്ട് പക്ഷെ ഒരു കർച്ചിപ്പെടുത്ത് പൊക്കാൻ പോലും തർക്കിച്ചു. സമുദായം ഭിന്നിക്കരുത്. പൊന്നു മുസ്ലിമീങ്ങളെ, ഭിന്നിച്ചു പോകരുത് മുസ്ലിമീങ്ങളെ. ബദറിന്റെ ദിവസത്തിലെ പാഠം അള്ളാഹു അതല്ലേ നമ്മളോട് പറഞ്ഞു, മറന്നില്ലേ നമ്മളതൊക്കെ? ഭിന്നിക്കരുത്. ഒറ്റക്കെട്ടായി നിലകൊണ്ടാൽ നിങ്ങളെ മുന്നിൽ എണീറ്റ് നിൽക്കാൻ ആരുമില്ല. നിങ്ങളെ ജയിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു 90 ആളുകളെയും കൊണ്ടാണ് സലാഹുദ്ദീൻ കുരിശ് പടയാളികളെ പരാജയപ്പെടുത്തിയത്. നിങ്ങളോട് തന്നെയല്ലേ പറഞ്ഞത്? 90 പടയാളികൾ, 90 കേവലം 90 ലക്ഷമല്ല. എന്റെ ഐക്യത്തിന്റെ ശക്തി അല്ലാഹു നൽകി. ولا تنازعوا فتفشلوا وتذهب ريحكم. നിങ്ങളെ കാറ്റൊഴിഞ്ഞു പോകും. ഭിന്നിച്ചു പോയാൽ പിന്നെ നിങ്ങളെ കാറ്റൊഴിഞ്ഞു പോകും. അതാണ് മരണത്തിന്റെ അവസാന വേളയിലും സ്വഹാബികൾ ഇത് സൂക്ഷിച്ചുവല്ലോ. അതുകൊണ്ടല്ലേ ഒരുമയും സഹോദര്യവുമല്ലേ അവരെ ജീവിത മാതൃക. അതുകൊണ്ടല്ലേ യുദ്ധക്കളത്തിൽ വെട്ടുകൊണ്ട് വീണ് കിടന്ന സ്വഹാബി അൽമാ വെള്ളം കൊണ്ടുവരൂ. യുദ്ധക്കളത്തിൽ ഓടി നടക്കുന്ന ഒരു ഹെൽപ്പർ ഉണ്ടായിരുന്നു, മുസായിദ്. അയാൾ ഒരു മഗ്ഗിൽ ലേശം വെള്ളമെടുത്തിട്ട് ഓടി യുദ്ധക്കളത്തിലേക്ക് ഓടിച്ചെന്നു. ഈ മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ വായിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. ആ നേരത്ത് ആ മനുഷ്യൻ വെള്ളപാത്രം തന്റെ വായിലേക്ക് ഒഴിക്കാൻ വേണ്ടി ഇശാറത്താക്കി. അപ്പോഴാണ് വേറൊരാൾ തൊട്ടടുത്ത് നിന്ന് അൽമാ ഒരു ലേശം വെള്ളം എന്ന് വേറൊരാൾ അപ്പുറത്തുനിന്ന് ചോദിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? തൊട്ടടുത്തുനിന്ന് വേറൊരാൾ വെള്ളം ചോദിച്ചു. ഈ വെള്ളം കുടിക്കാൻ മരിക്കാൻ പോണ ആള് തന്റെ വായിലേക്ക് പോയിക്കേന്ന് ഇശാറത്താക്കിയ ഈ ആള് പാത്രത്തിലേക്ക് നോക്കിയപ്പോ ഒരല്പം വെള്ളേ ഉള്ളൂ, ഒരാൾക്ക് കുടിക്കാൻ കഴിയില്ല. തന്റെ കൈ കൊണ്ട് മെല്ലാ പാത്രം തട്ടി അങ്ങോട്ട് കൊണ്ടേ കൊടുക്കുക, ഇശാറത്താക്കി. ആരാണ് ഈ പാത്രം തട്ടിയ ആളെ ബാപ്പാനെ പറഞ്ഞാൽ നിങ്ങൾ 10 വട്ടം ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയും. ആരാണ് തൊട്ടടുത്ത് കിടക്കുന്ന മുസ്ലിമായ സഹോദരന് വേണ്ടി വെള്ളം കുടിക്കാതെ മരിച്ചവൻ ആരാണെന്നറിയോ? ഇക്രിമ റളിയല്ലാഹു അൻഹു, അബൂജഹലിന്റെ മകൻ. ലഅനത്തുല്ലാഹി അലൈഹി. അബൂജഹലിന്റെ മകൻ ആരാ? അബൂജഹൽ. ലഅനത്തുല്ലാഹി. അബൂജഹലിന്റെ മകൻ ഇക്രിമയാണ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന് വേണ്ടി മരിക്കുകയാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. മരിക്കാൻ ഒരുങ്ങുമ്പോ വെള്ളപാത്രം ഇങ്ങനെ ഒഴിക്കാൻ വന്നപ്പോ വേറൊരാള് വെള്ളം വേറൊരാൾ അപ്പുറത്തൊന്ന് പറയാൻ തുടങ്ങി. അപ്പൊ കൈ ഇങ്ങനെ തട്ടി അങ്ങനെ കാണിച്ചു. വെള്ളം കുടിക്കാതെ കലിമയിലാണ് മരിച്ചു. ആര്? ഇസ്ലാമിനെതിരായി മരിച്ചു അബൂജഹൽ. ഇസ്ലാമിന് വേണ്ടി വെള്ളം കുടിക്കാതെ മരിച്ചു ഇക്രിമ. ولا تنازعوا فتفشلوا وتذهب ريحكم. എപ്പോൾ തർക്കിച്ചോ ഭിന്നിച്ചോ സമുദായത്തിന്റെ ശക്തി ക്ഷയിച്ചു പോകും.
ഫശ്ശിലാന്നാ പറഞ്ഞത്. അതായത് കാണാൻ ഇഷ്ടം പോലെ ആളുണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് ഞാൻ അർത്ഥം പറഞ്ഞത് മനസ്സിലാവും. ഇഷ്ടം പോലെ ആളുണ്ടാവും, പക്ഷേ ഉപയോഗം ഉണ്ടാവില്ല. അതുകൊണ്ട് വസ്ബിറു, ഒരു നേതൃത്വത്തിന്റെ കീഴിൽ ഉറച്ചു നിലകൊള്ളുക. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. തോന്നിയ പാർട്ടി ഉണ്ടാക്കി പോയാൽ പിന്നെ ക്ഷമിക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും ഒരു നേതൃത്വത്തിന്റെ കീഴിൽ ഉറച്ചു നിലകൊള്ളണം. ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് ആ സന്ദേശം കൈമാറി. ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയ വാക്ക് അതാണ്. കാരണം അത് ഇന്നിറങ്ങിയ ആയത്താണ്. ബദർ 17-ന്റെ അന്ന് ഉച്ചക്ക് മുമ്പാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് പ്രധാന അഭിപ്രായം. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ. ഈ വാക്കുകളെങ്കിലും 10 ആളെ ഒരുമിപ്പിക്കാൻ കാരണമായെങ്കിൽ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു കാരണവശാലും ഭിന്നിക്കരുത്, ഒരു കാരണവശാലും ഭിന്നിക്കരുത്. നേതൃത്വത്തിന്റെ കുറ്റം കുറവ് മാത്രം നോക്കാൻ നടക്കരുത്. കുറ്റം കുറവുണ്ടെങ്കിൽ അത് സ്വദേശപരമായി നമ്മൾ അവരെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിലോ അലൈക്കും ബിസ്സംഇ വത്വാ, നേതൃത്വം നന്നായാലും നന്നായിട്ടില്ലെങ്കിലും അനുസരിക്കണം. ഞങ്ങളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ ഇല്ലേ, നേതൃത്വം നന്നായിട്ടില്ലെങ്കിലും അനുസരിക്കണം. നന്നായിട്ടില്ലെങ്കിലും അനുസരിക്കണമോ എന്ന് ഒരിക്കൽ സ്വഹാബികൾ നബിയോട് ചോദിച്ചപ്പോ നബി പറഞ്ഞു, അതേ നാം. എന്തുകൊണ്ട്? അലൈക്കും മാ ഹുമ്മിൽതും വഅലൈഹിം മാ ഹുമ്മിലൂ. നിങ്ങളുടെ ബാധ്യത നിങ്ങൾക്ക്, അവരുടെ ബാധ്യത. അവർ നന്നായിട്ടില്ലെങ്കിലും അവരെ നിങ്ങൾ ഉപദേശിക്കണം. അവർ നന്നായില്ലെങ്കിലും നിങ്ങൾ നേതൃത്വത്തിന്റെ കീഴിൽ ഉറച്ചു നിലകൊണ്ടില്ലെങ്കിൽ ശത്രു നിങ്ങളെ വഷളാക്കുമെന്ന് മുഹമ്മദ് നബി. ഇതാണ് ഇന്നത്തെ പാഠം. ഇതിൽ ബോധമുണ്ടായോ? 10 ആളുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ ഇന്ന് നമ്മൾ മുതലായ ദിവസമാണ്. ഇതാണ് ബദറിന്റെ സന്ദേശം. ഇഷ്ടം പോലെ നോമ്പുറപ്പിച്ചോളൂ, നോമ്പറന്നോളൂ, ബദരീങ്ങൾക്ക് വേണ്ടി പാടിക്കോളൂ, പറഞ്ഞോളൂ, അതൊക്കെ സൗകര്യമാണ്. പക്ഷേ ഏറ്റവും വലിയ പാഠം, ബദറിന്റെ പാഠം ഇതാണ്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകട്ടെ. ബദരീങ്ങളോട് കൂടെ അള്ളാഹു നമ്മെ ചേർക്കാൻ വേണ്ടി, ബദരീങ്ങളോട് കൂടെ അള്ളാഹു നമ്മെ ചേർക്കാൻ വേണ്ടി ഈ പ്രശോഭിതമായ ദിവസത്തിൽ, ഈ ചരിത്രത്തിൽ ഏറ്റവും അനർഘമായ നിസ്തുല്യമായ ഈ ദിവസത്തിൽ നമുക്കൊരു ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്ത് പിരിയ. ഇലാ ഹദറത്തിൻ നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.